ഒരിക്കൽ ഞാനൊരു സാധനം പഠിപ്പിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ ചന്ദനമാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് വളച്ചെടിയുടെ പത്തലിൻ്റെ ഒരു ചാക്ക്. ആ മില്ലുകാരനുടനെ പറഞ്ഞു, ഞാൻ ചന്ദനം പഠിപ്പിക്കാൻ ചെന്നതാണ് നമ്മുടെ മരുന്നിന്. മില്ലുകാരൻ എന്നെ എടുത്ത് വെളിയിൽ വെച്ചിട്ട് പറഞ്ഞു, അമ്മ ഞാൻ ഈ പണി ചെയ്യത്തില്ല, ഒരു വൈദ്യശാലക്കാർ കൊണ്ടുവന്നിരിക്കുക, ഇത് അകത്തെ ഈ വളച്ചെടി എന്ന് പറയുന്ന വേലിപ്പത്തലിൻ്റെ അകം ചെത്തി കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അതായത് എല്ലാം തന്നെ മാർക്കറ്റിംഗ് ആണ്, ഭയങ്കര മാർക്കറ്റിംഗ് ആണ്. അതിൽ യാതൊരു കഴമ്പുമില്ല എന്ന് ഞാൻ കണ്ടു. എന്നുവെച്ചാൽ ഇതിനകത്തൊന്നും ഇൻഗ്രീഡിയൻസ് ഇല്ല. ഇപ്പം നമ്മളെന്ന് പറഞ്ഞാൽ, ഞാനിത് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ, നമ്മൾ മരുന്നുകളെല്ലാം കോസ്റ്റ്ലിയാണ്, ഭയങ്കര വിലയാണ്. അങ്ങാടിക്കടയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ചെന്നിരിക്കുക, മൊത്തം ദൈവങ്ങളാണ് അല്ലേ സ്വാമി. ജാതി പത്രിയും മറ്റേ അയാൾക്കാണ് എന്നെ കാണുന്ന സന്തോഷമാണ്, ഞാൻ ഇങ്ങനെ നിന്ന് വട്ടം കറങ്ങും. എന്തായാലും അതൊരു സത്യമാണ്. അപ്പം അതുകൊണ്ട് ഔഷധത്തോട്ടങ്ങളാക്കി മാറ്റണം ചുരുക്കത്തിൽ നമ്മുടെ വീടുകൾ. താല്പര്യമുണ്ട് ഞാൻ ഈ പറയുന്നത് എള്ളോളമെങ്കിലും അംഗീകരിക്കാൻ പറ്റുന്നതാണോ? ആണെങ്കിൽ എല്ലാവരും ഒരു ക്ലാപ്പ് അമ്മയ്ക്കത്, അതല്ലേ പറ്റുള്ളൂ. അപ്പം സമ്മതിച്ചു. അപ്പോൾ ശിവക്ഷേത്രമാക്കാം, ഔഷധത്തോട്ടമാക്കാം. കൂവളം നട്ടാൽ ശിവക്ഷേത്രമാക്കാം, തുളസി നട്ടാൽ കൃഷ്ണക്ഷേത്രമാക്കാം. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ശാസ്ത്രത്തെ പുറണക്കാലത്ത് നമ്മൾ അറിഞ്ഞതാ. നിത്യവും മക്കളെ വളർത്തുന്നതിലും ഭേദമാണ് ഈ ചെടികൾ വളർത്തുന്നത്. ഇവർക്ക് സംസാരിക്കാൻ അറിയാം അല്ലേ സ്വാമി? ചെടികളുടെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ അവർ നമ്മളോട് സംസാരിക്കും, ലാംഗ്വേജ് ഉണ്ടവർക്ക്. അപ്പം നമ്മുടെ അന്തരാത്മാവിൽ ഒത്തിരി സന്തോഷം കിട്ടും. വിരസമായ മണിക്കൂറുകൾ, ഏകാന്തമായ മണിക്കൂറുകൾ, ദുഃഖിച്ചിരിക്കുമ്പോൾ അപ്പോഴൊക്കെ നമ്മൾ ചെടിയുടെ അടുത്ത് ചെന്നാൽ, ഒരു കുവളത്തിനെടുത്ത് ഇവിടെ ശിവനുണ്ടെന്ന് പറയും, തുളസി, ഇതെല്ലാം അതുപോലെ ഒത്തിരി ഔഷധങ്ങൾ. ഞാൻ മാധവക്കുറുപ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. ഒരു ഒരേക്കർ സ്ഥലം മുഴുവനും ഔഷധങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുക. മകളും അതിനകത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങിയിട്ട് നേരെ അദ്ദേഹത്തിൻ്റെ ഡിസ്പെൻസറികൾ വന്നു. അപ്പോഴും അദ്ദേഹം ഒരു മരുന്നുണ്ടാക്കിക്കുക, പ്രശസ്തരായ ചില സിനിമാ നടന്മാർക്ക് വേണ്ടിയിട്ട്. നല്ല കൂളായിട്ട് നിന്ന് ശതാവരി ഒക്കെ വെള്ളത്തിലിട്ട് ഉള്ളിയൊക്കെ എടുത്ത് നല്ല ഈ 90 ആൾ നല്ല സന്തോഷം. അതാണ് വൈദ്യൻ. സ്വാമി പറഞ്ഞാൽ വേദിച്ചറിയാവുന്നവൻ വൈദ്യൻ. രാഗാദി ദോഷരഹിതനായിരിക്കുന്ന ആളിനെ മാത്രമേ വൈദ്യനാകാനൊക്കത്തുള്ളൂ. ഒരു യോഗിക്കൊരു വൈദ്യനാകാം അദ്ദേഹത്തിൻ്റെ സമ്പർക്കം കൊണ്ട്, ഒരു വൈദ്യനൊരു യോഗിയാകാം. അപ്പോൾ ഇത് രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് ചിന്തിക്കണം. ആരുമല്ല കത്തി കൊണ്ട് സർജറി നടത്താൻ കൊല്ലാൻ എന്ന് പറയുന്നതല്ല. അതുകൊണ്ടൊരു തിരിച്ചുപോക്ക് ആവശ്യമായി വരും. കൊറോണ കാലത്ത് എല്ലാവരും ഇത്തരം ലെറ്ററെടുക്ക് മരുന്നുകൾ അന്വേഷിച്ച് പോയവരാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ശ്വാസമാണ് വലുത്. ശ്വാസം കിട്ടിയില്ലെങ്കിൽ ഒന്നുമില്ല ഇവിടെ. കൊറോണ കഴിഞ്ഞു, എല്ലാം പൂട്ടിക്കെട്ടി. അതുകൊണ്ട് ശരവിദ്യ, തിങ്കൾ പൊതിനോട് ശനിയും ചന്ദ്രനെ ഓടും കലയും എന്നാണ് ദേവി അവയാറ്. ഒരു ലേഡി ഉണ്ടായിരുന്നു സിദ്ധറുകളുടെ കൂട്ടത്തിൽ. ആ അമ്മയെന്ന് പറഞ്ഞാൽ നല്ല സൗന്ദര്യമായിരുന്നു. ആളുകൾ നോക്കിയതുകൊണ്ട് അവരുടെ സൗന്ദര്യം മറിച്ചതാണ്. യോഗികൾക്ക് നല്ല ഗ്ലാമറാണ്. അതുകൊണ്ട് അവർ വയസ്സായി. ഇപ്പം കൈലാസേശ്വരനായിരിക്കുന്ന ഭഗവാൻ ഒരു യോഗം വിളിച്ച്, കൈലാസ പരമ്പരയായവരൊക്കെ ആദി മഹാദേവൻ തന്നെയാണ് ഈ വിദ്യ കൊടുത്തേക്കുന്നത്, വേറെ ആരുമല്ല. ശരവിദ്യ മീറ്റിങ്ങിന് പോകാൻ നേരത്ത് തിരുമൂലനും പോകറ് ഇവരാരും അവരെ കൂട്ടിയില്ല. അവരൊക്കെ സിദ്ധി കൊണ്ട് ആകാശഗമനം നടത്തുക. അവയാറ് പിള്ളയാറിനെ സ്തുതിച്ച് ഗണപതിയെ. ഇവരൊക്കെ ചെല്ലുന്നതിന് മുമ്പ് തുമ്പിക്കൈ കൊണ്ടെടുത്ത് കൈലാസത്തിൽ കൊണ്ടുവിട്ടു അച്ഛൻ്റെ അടുത്ത്. അങ്ങനെയൊക്കെ മഹാത്ഭുതങ്ങളും മഹാസിദ്ധരുമാണ് നമ്മുടെ പഠിക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ ഗ്രഹങ്ങളെ, ഞാൻ പറയുന്നത് സ്വീകാര്യമാണ്. നമ്മൾ എത്രയോ മണിക്കൂറുകൾ വെറുതെ പോകുന്നു, വിഷമിക്കും ചില ദിവസം. അവിടെ ആശ്രമത്തിലാണ് ആകെ ഉണ്ടെന്ന് ഒരു പേരാലുണ്ട്, ചമതയുണ്ട്. എന്തോരം കിളികളാണെന്നറിയാം അവിടെ വരുന്നത്. രാവിലെ കുയിൽ, ഞാൻ കൂടെ പോസ്റ്റ് ഇടും രാവിലെ ഉദിക്കുമ്പോൾ. ഇവരാണ് എന്നെ വിളിച്ചുണർത്തുന്നത്, കുയിലുകളും പക്ഷികളും ഒക്കെ ആയിട്ട്. പിന്നെ ഓക്സിജൻ ഇഷ്ടംമാതിരി കിട്ടും ഈ ആലിൻ്റെ. പിന്നെ നമുക്ക് ആരും ഇല്ലല്ലോ അടുത്ത്. നമ്മൾ ഈ ഉച്ച സമയം 3 മണിക്കൊക്കെ നമ്മൾ ഉറങ്ങത്തിലിരിക്കുമ്പോൾ അപ്പോഴൊക്കെ നമുക്ക് ഈ ചെടികൾ ഇങ്ങോട്ട് സംസാരിക്കും. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ പ്രധാന കൂട്ടുകാരാക്കി മാറ്റും ഔഷധങ്ങളെ. അപ്പം അദ്ദേഹത്തിൻ്റെ ഫാർമസി ചെന്നപ്പോൾ സോമലത കുറച്ചൊന്നുമല്ല, ഇങ്ങനെ തൂങ്ങി കിടക്കുക. അദ്ദേഹം 2-3 എനിക്ക് തന്നു. ഈ സോമലത ഒരിക്കൽ ഞാൻ കൊണ്ടുവച്ച് പറന്നുപോയി. പറന്നുപോയി, കണ്ടില്ല, സോമലത പറന്നുപോയി ശുദ്ധമില്ലെങ്കിൽ. ഞാൻ യാത്ര കഴിഞ്ഞ് വന്നിട്ട് അതവിടെ നിൽപ്പുണ്ട് ഒരു കമ്പ്. എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാമെന്ന് വെച്ചാൽ, താല്പര്യം. ഇത് ദൈവത്തിൻ്റെ വരദാനമായ
ഔഷധങ്ങളോടുള്ള നമ്മുടെ ഇൻട്രസ്റ്റ്, താല്പര്യം. 50,000 രൂപയുടെ പട്ടിയെ വളർത്തുന്നവരുണ്ട് നമ്മുടെ അടുത്ത്, പൈസയുള്ളവർ. പൂച്ച 3,000 രൂപയുടെ പൂച്ച, ഒരു 30 രൂപയുടെ പൈസ കൊടുത്തൊരു ചെടി പോലും നമ്മൾ കൊണ്ട് വയ്ക്കത്തില്ല. എല്ലാ വീടുകളിലും ഔഷധങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നാട് നന്നാകും, ശ്വാസം കിട്ടും, നല്ല വൃന്ദാവനം പോലെ ആകും. അപ്പോൾ ഔഷധങ്ങളെ പരിപാലിക്കുന്ന ആള് ചന്ദ്രനാണെന്നാണ് പറയുന്നത്. ഔഷധീശ പുരസ്കാരമാണ് അദ്ദേഹത്തിന് കൊടുക്കാൻ പോണത്. ഇതുവരെ ആരും അങ്ങനെ ഒരു പുരസ്കാരം ആർക്കും കൊടുത്തു കാണത്തില്ല. വളച്ചെടിയുടെ പത്തലും കണ്ടാന്ത്രാക്കി എടുത്ത് ചന്ദനമാണെന്നും പറഞ്ഞിട്ട് ചന്ദനത്തൈലം വാങ്ങിക്കുന്ന വിഡ്ഢികളായ നമ്മളെ നമ്മുടെ വീട്ടിൽ തന്നെ ഇതൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം വരും കാലത്ത് കിട്ടും. അതുകൊണ്ടാണ് ലോകത്ത് എത്രയോ പേർക്ക്, ഇവിടെ സോണിയ മൽഹാറൊക്കെ ഒരുപാട് സേവനം ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആയുർവേദം യോഗയുമാണ്. നമ്മൾ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അത് തന്നെ വേണം. ഇനി വരുംകാലം അതിലും കഷ്ടകാലമാണ് വരുന്നത്. അതുകൊണ്ടാണത്. അതുകൊണ്ട് ഔഷധീശ പുരസ്കാരം എന്ന് പറഞ്ഞ് ചന്ദ്രൻ്റെ പേര്, ഔഷധീശന് ആരാണെന്ന് അറിയാമല്ലോ, ചന്ദ്രനാണ്. ചില മരുന്നുകൾ നിലാവത്ത് വെച്ചിട്ടാണ് അത് ചാർജ് ചെയ്യുന്നത്. ഒരുപാട് വലിയ കാര്യമുണ്ടത്. ആസ്മയാണെങ്കിലും ചന്ദ്രനെക്കുറിച്ചാണ്, വാവും കറുത്തുവാവും. അപ്പോൾ അദ്ദേഹത്തിന് ആ പുരസ്കാരം കൊടുത്തിട്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് വിടുന്നുണ്ട്, ഇരിക്കാൻ പറ്റത്തില്ല, കിടക്കണമെന്ന് ഇപ്പം തന്നെ പറഞ്ഞു. അതുകൊണ്ട് ഇതിൻ്റെ ആദ്യത്തെ സെഷനായിട്ട് തന്നെ അദ്ദേഹത്തിനെ ഒന്ന് ആദരിച്ച് ആ പുരസ്കാരം കൊടുത്ത്, നമ്മളിൽ ഏറ്റവും സീനിയർമാനാണ് വന്നിരിക്കുന്നത്.